ഞാൻ അതൊന്ന് മാറ്റട്ടെ, നെയ്ച്ച് മാറ്റി കണ്ടിപ്പോൾ പറഞ്ഞെങ്കിലും എടുത്തട്ടെ. എനിക്ക് ഞാൻ പെട്ടെന്ന് താക്കോലെടുത്ത് വരാം. ഞാൻ ഇപ്പൊ മാറ്റി നിക്കട്ടോ, അപ്പൊ വരാം. ഈ തടി കാരണം എന്റെ ഫ്രണ്ട്സിനും എന്റെ വേണ്ട, എന്റെ കാക്കക്കും എന്നെ വേണ്ട. ഞാനൊരു എന്തിനാ ജീവിച്ചിരിക്കണേ? ഞാൻ മരിക്കാം. നീ ഇതുവരെ റെഡി ആയില്ലേ? നിന്റെ കല്യാണത്തിന് വല്ലതും പോണോ? ഞാൻ ചാവി എടുത്തു, നീ വന്നില്ല. മഴ നനയെന്ന് കാണുന്നില്ലേ? പെട്ടെന്ന് വാ ഇങ്ങോട്ട്. ആടക്കടി ഹെൽമെറ്റ് എടുത്തില്ല ഞാൻ ഇപ്പൊ എടുത്തിട്ട്. അങ്ങനെ പറയാനില്ലായിരുന്നു. എല്ലാം കൂടെ ആയപ്പോ വിഷമം കൂടി പോയത്. ഈ എന്നാ കൂടുതൽ പറഞ്ഞത്? ഞാൻ അപ്പളേ പറഞ്ഞേക്കുന്ന അങ്ങനെ ഒന്നും പറയണ്ടെന്ന്. ഇങ്ങനെ കൂടുതൽ പറഞ്ഞത്. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും പഴിയായിട്ട് ഒരു കാര്യമില്ല. അമ്മ കുട്ടികൾക്ക് പോയി നോക്കാം. അങ്ങോട്ട് വാ. അച്ഛനെ ഓളം ഒന്നും ചെയ്തിട്ടുണ്ടാവൂലായിരിക്കും. അമ്മ ആരുണ്ടാകും? ഇപ്പൊ നമ്മളിപ്പോ ആരാ വിളിക്കുക? ആരെങ്കിലും ഒന്ന് വിളിക്കൊന്നു വാ, അമ്മ പോയി നോക്കാം. എന്താ പറ്റിയോ? എടീ വേവാ വേവാ വേവാടി. തടി കാരണം എന്റെ ഫ്രണ്ട്സിനും എന്നെ വേണ്ട, എന്റെ കാക്കക്കും എന്നെ വേണ്ട. ഞാനൊരു എന്തിനാ ജീവിച്ചിരിക്കണേ? ഞാൻ മരിക്കാം. എണീക്കടി, അതെയാ കണ്ണു തുറക്കടി. ഷംന കരയില്ലടി, കരയില്ല ഷംന. അതെയോ ഹലോ, നിങ്ങൾ പെട്ടെന്ന് തന്നെ എത്തിട്ടോ. എന്താവും അറിയില്ല, ഉള്ളിലേക്ക് കയറ്റിയിരിക്കുന്നു. നിങ്ങൾ പെട്ടെന്ന് തന്നെ എത്തിയേ. ഒന്നും സംഭവിക്കാണ്ടിരിക്കട്ടെ. ഒന്നും നമ്മൾ അങ്ങനെ പറയണ്ടായിരുന്നല്ലേ? വേണ്ടായിരുന്നു. എന്താ ചെയ്യാ? അപ്പോൾ എന്തിനാ ഇപ്പം അങ്ങനെ ചെയ്തത്? എടി അതെയാ, എടി എന്തിനാടി ഇങ്ങനെ ചെയ്തത്? ഞങ്ങളൊക്കെ എല്ലാവർക്കും റൈഹാനത്ത് പുറത്തുണ്ട് കേട്ടോ. ഒരാൾക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ. ടെൻഷൻ അടിക്കണ്ട കേട്ടോ. എടി എന്തിനാടി നീ ഇങ്ങനെ ചെയ്ത്? ഞങ്ങളൊക്കെ അല്ല. എനിക്ക് ഞാനിനി ചെയ്യൂല. എനിക്കൊരബദ്ധം പറ്റിയതാ. ആത്മഹത്യ ഒന്നിനും പരിഹാരമില്ലെന്ന് എനിക്കറിയൂലേ? എന്തിനാ മോളെ ഇങ്ങനെ ചെയ്തത്? നിങ്ങളൊക്കെ പേടിച്ചോ? നന്നായിട്ട് പേടിച്ചു. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയണ്ടേ? നീ ആത്മഹത്യ സൊല്യൂഷൻ ഇല്ലെന്ന് അറിയത്തില്ലേ? ഞാനിങ്ങനൊന്നും ചെയ്യൂല. എന്താ കണ്ടത്? അദ്ദേഹത്തിന് വിളിക്കട്ടെ.
ആടി ഷംന പറ. എടി നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് അവളെ കൊണ്ടാക്കിയിട്ട് അങ്ങോട്ട് പോയില്ലല്ലോ. ഞാൻ എന്തൊക്കെയോ സ്വപ്നം കണ്ടു. നമുക്കൊന്ന് പോയി കണ്ടാലോ? ഞാൻ എന്താ ക്ലാസ് കഴിഞ്ഞതാ വീട്ടിലേക്ക് എത്തേടി. ഓക്കെ എടി, ഞാൻ എങ്കിൽ അങ്ങോട്ട് വരാം. ഓക്കെ ഞാൻ ഒന്ന് ഫ്രഷ് ആവട്ടെ. മക്കാക്കപ്പ വിളിച്ചിക്കടി, മക്കീൻ്റെ അടുത്ത് പോയിട്ട് ഒപ്പിടാനാ മൂപ്പര് പറയുന്നത്. ഞാൻ എന്താ ചെയ്യണ്ടേ? എന്റെ ബദ്രീങ്ങളെ, ഞാൻ എന്തേത്താ ചെയ്യാ? വാരി വലിച്ച് തിന്നിട്ടല്ലേ. ഇനി കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണ്ടേ, കുറച്ചൊക്കെ കൺട്രോൾ ചെയ്യണ്ടേ. ഈ വാരി വലിച്ച് തിന്നിട്ടല്ലേ ഇങ്ങനെ തടിക്കുന്നത്. കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്ത് തടിയൊക്കെ ഒന്ന് കുറയ്ക്കണ്ടേ. ഞാൻ എൻ്റെ ഉമ്മ അല്ലേ, എൻ്റെ അത്ര തടിക്കുണ്ടോ നിങ്ങൾ നോക്ക്. അല്ലമ്മ, നിങ്ങളും എന്നെ കുറ്റപ്പെടുത്തുകയാണ്. ഈ സമയത്ത് ആകെ തകർന്ന് നിൽക്കല്ലേ ഞാനിപ്പോൾ. ഞാൻ തിന്നിട്ടാണോ അങ്ങനെ തടിക്കുന്നത്? നിങ്ങൾക്ക് അറിയൂലേ എൻ്റെ ശരീരം എങ്ങനെ ആയത്? തിന്നിട്ടാണോ? അല്ല മോളെ, പെണ്ണുങ്ങളായാൽ കുറേ കഷ്ടപ്പാടും ദുരിതങ്ങളൊക്കെ അനുഭവിച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോരുന്നത്. ഞാൻ എന്നെയൊക്കെ പോറ്റി വലുതാക്കി ഇത്ര ആക്കി എങ്ങനെയാണെന്ന് തന്നെ വിചാരിക്കുന്നത്. ഞാനൊക്കെ കുറേ കഷ്ടപ്പെട്ടിരിക്കുന്നു. ഞാൻ കുറേ അഡ്ജസ്റ്റ് ഒക്കെ ചെയ്ത് നിന്നതാണമ്മ. പണ്ടത്തെ പോലെ ഒന്നും ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂല. അത്രേ കഷ്ടപ്പെട്ടിരിക്കണേ ഞാൻ. എനിക്ക് പറ്റാത്ര ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കി. ഈ വയസ്സാം കാലത്ത് ഇനിയും ഞാൻ അനുഭവിക്കണോ മോളെ? ഇത്ര ചെറിയ പ്രായത്തിൽ അല്ലെങ്കിൽ പുയ്യാപ്പിളല്ലാണ്ടാണോ ഞാൻ ഇനി കാണണോ? ഈ ചെറിയ പ്രായത്തിൽ ഞാൻ എന്തോരനുഭവിച്ച്, ഇനി എന്തൊക്കെ അനുഭവിക്കണം? ഇനി മുമ്പോട്ട് ഞാൻ എങ്ങനെ ജീവിക്കും? ഞാൻ ജീവിച്ച് കാണിച്ചു കൊടുക്കും എല്ലാവർക്കും.